AD 571 മക്കയിൽ ആമിന ബീവി ഒരു കുഞ്ഞിന് ജന്മം നൽകി. 7-ാം ദിവസം വല്യുപ്പ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് പേരിട്ടു. നല്ല സത്യസന്ധനായി കളവ് പറയാതെ കുട്ടി വളർന്നു വലുതായി. നാട്ടുകാർ അൽ അമീൻ എന്ന് പേരിട്ടു. 40 വയസ്സായപ്പോൾ അള്ളാഹു തആല നുബുവത്ത് നൽകി. 23 വർഷത്തെ ദൗത്യമാണ് ഏൽപ്പിച്ചത്. 13 വർഷക്കാലം തന്റെ ജന്മനാട്ടിൽ പ്രബോധനം നടത്തുകയും ശത്രുക്കളുടെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ മദീനയിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. അങ്ങനെ 63-ാമത്തെ വയസ്സിൽ സാധാരണ ആളുകൾ മരിക്കുന്നത് പോലെ ഒരു മരണം സംഭവിച്ചു. ഇങ്ങനെ വിഷയങ്ങളെ നോർമലൈസായി കാണുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിയുടെ ജന്മദിനത്തിനോ അല്ലെങ്കിൽ റബീഉൽ അവ്വലിനോ വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല, വലിയ സന്തോഷം ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാൾ വന്നു എന്നത് മാത്രമാണ് അവർ കാണുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നാൽ അള്ളാഹു പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബി ലോകത്തിന് അനുഗ്രഹമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണക്കാരനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ എല്ലാ നന്മകൾക്കും കാരണക്കാരൻ മുത്തുനബിയാണെന്ന് വരുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹ് വന്നതിൽ സന്തോഷിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഹിജ്റ 894 വഫാത്തായ അഷേഖ് മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു തആല അൻഹു തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുന്നുണ്ട്. അതിൽ മഹാനവറുകൾ പറയാൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം മുത്തുനബിയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി ജനിച്ച ആ രാവും പകലും മുത്തുനബിയുടെ നഷീദകളും മുത്തുനബിയുടെ മദ്ഹുകളും ഒക്കെ നടത്തി സാധുക്കളാകുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകി ആ സന്തോഷ പ്രകടനം നടത്തുക എന്നത് ഓരോ വർഷവും അനിവാര്യമാണ്. ആവർത്തിച്ചു വരുന്ന റബീഉൽ അവ്വലുകളിൽ മുത്തുനബിയുടെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് വിശ്വാസി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ നന്മയാണ്. അന്ന് പ്രത്യേകമായി നല്ല വസ്ത്രം ധരിക്കുന്നു, അന്ന് മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട വെള്ള വസ്ത്രം തന്നെ തിരഞ്ഞെടുക്കുന്നു, മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നു, മുത്തുനബിയുടെ സ്വഭാവം നമ്മളിലേക്ക് ചേർത്തു വെക്കാൻ പ്രതിജ്ഞ എടുക്കുന്ന ഒരു ദിവസം. എന്നോട് നിങ്ങൾ പിൻപറ്റൂ എന്ന് റസൂലുള്ളാഹി തങ്ങളും എന്റെ സ്നേഹം കിട്ടണമെങ്കിൽ മുത്തുനബിയോട് പിൻപറ്റണം എന്ന് അള്ളാഹു ഖുർആനിലും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകൾ ചേർത്ത് വെക്കാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ട സമയമാണ്. മുത്തുനബി ശുക്ർ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ചയായതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നു എന്നാണ് മുത്തുനബി പറയും. അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും മുത്തുനബി ജനിച്ചതിന്റെ പേരിൽ ആ തിങ്കളാഴ്ചയെ തെരഞ്ഞെടുത്ത് നോമ്പനുഷ്ഠിച്ചിരുന്നു. അതൊരു ശുക്രിന്റെ ഒരു രീതിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അനുഗ്രഹം നമുക്ക് കിട്ടിയതിലെ നന്ദി പ്രകടനമാണ് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 12 നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, മദ്ഹുകൾ, മുത്തുനബിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സ്വതക്കകൾ, നമ്മൾ ഒരുമിച്ച് കൂടലുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ എല്ലാം. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 അതിന്റെ രാവും പകലും പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആ മഹബത്ത് ചേർത്ത് വെക്കാനും ആ തിരുസുന്നത്തുകളെ ചേർത്ത് വെക്കാനും നമ്മുടെ സ്വഭാവം മുത്തുനബിയുടെ സ്വഭാവമാക്കി മാറ്റാനും മുത്തുനബിയെക്കുറിച്ച് കൂടുതൽ പറയാനും സ്വലാത്ത് ചൊല്ലാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. വിശുദ്ധ റബീഉൽ അവ്വൽ മുത്തുനബിയോടുള്ള പ്രണയം അത് നമ്മളിൽ നിന്ന് കൂടുതൽ അത്യുജ്വലമായി പ്രവഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.